അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും നല്ല സുഖമായിരിക്കില്ലേ? നമുക്കും നല്ല സുഖം, അൽഹംദുലില്ലാ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ട് പോയിട്ടില്ല. ഉമ്മക്ക് 2-3 അനിയത്തിമാരുണ്ട്. അപ്പോൾ രണ്ടാൾ അടുത്തടുത്താണ് വീടെടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അവരെ രണ്ടാളെ വീട്ടിലൊന്ന് ജസ്റ്റ് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർ വീട്ടിലേക്ക് പോകുന്നു. പിന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് കുറച്ച് ദൂരെയാണ് മാട്ടൂന്ന്. അപ്പോൾ അവിടെയും ഒന്ന് പോകണം. ഞാൻ പൂട്ടിയിട്ടിട്ടാണ് സൗദി പോയത്. പിന്നെ ക്ലീൻ ചെയ്ത് അടച്ച് വൃത്തിയാക്കിയിട്ടാണ് പൂട്ടിയിട്ടിട്ട് പോകുന്നത്. എന്നാലും വന്നിട്ടാകുമ്പോൾ ആകെ വൃത്തികേടായിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല പൂട്ടിയിടുന്ന വീട് അല്ലേ. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഞാനും ഉമ്മാൻ്റെ കൂടെ അനിയത്തിൻ്റെ കൂടെയാണ് താമസം. ഉമ്മയും ചെറിയ അനിയത്തിയും ഞാനും തറവാട്ടിൽ. പിന്നെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എന്താക്കുമോ ആ വീട്ടിലാണ് താമസിക്കാൻ. അങ്ങനെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ കൂടെ താമസിക്കുന്നു. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട് ക്ലീൻ ചെയ്യുന്നതും വീട്ടിൻ്റെ എല്ലാം വീഡിയോ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യും വേണം. അപ്പം ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ എന്താക്കി നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നെയ്പ്പത്തല ഉണ്ടാക്കുന്നത്. പിന്നെ കറി കുറച്ച് ബീഫ് കറി കുറച്ചധികം വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വന്നാൽ ചോറുണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ എന്തെങ്കിലും ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ കുറച്ചധികം ബീഫ് കറി ഉണ്ട്. എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ച് ഇങ്ങനെയെന്ന് നമ്മൾ കുറച്ചധികം കറി ഉണ്ടാക്കിയിട്ട് ഉച്ചക്കേക്ക് രാത്രിയേക്കെല്ലാം ആ കറി മതി. അങ്ങനെ പിന്നെ നമ്മൾ 3 ആളാണെന്നല്ലോ. അതുകൊണ്ട് എന്താക്കുക, പെട്ടെന്ന് പണി. നമ്മൾ എത്ര മണിക്കാണ് പോകാൻ തീരുമാനിച്ചാൽ അതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ റെഡിയാവും. 10 മണിക്ക് പോകാൻ വിചാരിച്ചാൽ 10 മണിക്ക് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. 3 ആളും കൂടി. അനിയത്തി രാത്രി അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിന് നെയ്പ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമ്മ നെയ്പ്പത്തിരി ചുടേന്ന് അരി നമ്മൾ അരച്ച് രാവിലെ തന്നെ ഒരാൾ തേങ്ങ ഉരിച്ച് തേങ്ങ ചെരുക്കി നല്ല രസമല്ലേ മാഷാ അല്ലാ. അപ്പോൾ ഒറ്റക്കാവുമ്പോൾ അങ്ങനെയല്ല അല്ല, നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡി ആകുമ്പോഴത്തേക്ക് സമയം കുറേ പറഞ്ഞാലും ലേറ്റ് ആയിട്ടുണ്ട്. 1 മണിക്കൂർ. പിന്നെ വിചാരിക്കുന്ന നാളെ പോകാമെന്ന്. അപ്പോൾ ഒന്നിച്ചെല്ലാവരും നിൽക്കുമ്പോൾ ഇതാണ് വലിയൊരു അനുഗ്രഹം അല്ലേ. അങ്ങനെ നമ്മൾ ഉമ്മ നെയ്പ്പത്തിരി ഉണ്ടാക്കി, പിന്നെ ബീഫ് കറി ഉണ്ടാക്കി. ബീഫ് കറിക്ക് പിന്നെ ഒരു ബീഫിന് എന്താക്കുന്ന ഒരു പാത്രം ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാളയും കുറച്ച് തക്കാളിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവയും ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് കറി, ഉമ്മാൻ്റെ സ്പെഷ്യൽ ബീഫ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അടിപൊളി കറിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. എന്നാലാണെങ്കിൽ ഈസിയാണ് ഈ കറി ഉണ്ടാക്കാൻ. നമ്മൾ എവിടെയെങ്കിലും പോകാൻ തിരക്കുള്ള അവസ്ഥ ഇങ്ങനെ ഉണ്ടാക്കൽ. ഞാൻ സൗദിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കൽ. പക്ഷേ ഇവിടുന്ന് നമ്മൾ നാട്ടിൽ നിന്ന് ബീഫിൻ്റെ സവാളയും തക്കാളിയെല്ലാം വഴറ്റിയിട്ടും ഉണ്ടാക്കും, നമ്മൾ ചിക്കൻ കറിയെല്ലാം ഉണ്ടാക്കുന്ന മാതിരി. അങ്ങനെ പിന്നെ ബീഫ് കട്ട് ചെയ്ത് കഴുകി അതിൽ സവാള തക്കാളി വലിയ വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, ഉപ്പ്, പിന്നെന്താണ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ഇട്ട് നന്നായി കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു കുക്കറിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലേന്ന് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നല്ലേ. കറിവേപ്പില ഇടാണ്ട് കറി വെച്ച ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ കറിവേപ്പിലയിൽ ഇട്ടിട്ട് ആ മസാല തേച്ച് പിടിപ്പിച്ചത് ചൂടായ എണ്ണയിൽ തക്കാളിയും ഉള്ളിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റെല്ലാം വഴറ്റിയതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മൾ കറിയും നെയ്പ്പത്തിരിയൊക്കെ റെഡിയായി. നെയ്പ്പത്തിരി രാത്രിയെ വെള്ളത്തിലിട്ട് അനിയത്തി വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞില്ല അരി, അത് കഴുകിയിട്ട് നന്നായി കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം 2 കപ്പ് അരിയാണ് ഒരേ അളവിൽ. ദോശ റൈസും പിന്നെ ചോറ് വെക്കുന്ന റൈസും അത് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് എന്താക്കുക, വെള്ളം ഊറ്റി കളഞ്ഞിട്ട് 1 കപ്പ് തേങ്ങ, 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് ജീരകം, ചെറിയ ഉള്ളി, പിന്നെ ഉപ്പ് ചേർത്ത് തരിതരിപ്പോടെ അരച്ചിട്ട് നമുക്ക് പൊടി കുഴച്ചെടുക്കാം. പൊടി പുട്ടുപൊടി ആയാലും മതി, അല്ലെങ്കിൽ പത്തിരി പൊടിയില്ലേ പച്ചരിൻ്റെ ആ പൊടിയോ അല്ലെങ്കിൽ പത്തൽ പൊടിയോ യൂസ് ചെയ്യാം. നമ്മളിവിടെ പത്തൽ പൊടിയോ യൂസ് ചെയ്ത് അങ്ങനെ നന്നായി കുഴച്ചതിന് ശേഷം ഉരുളകളാക്കി പരത്തി തിളച്ച എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇത്താത്താൻ്റെ വീട്ടിലെത്തി. ഉമ്മാൻ്റെ അനിയത്തിനെ എളാമെന്നാണ് വിളിക്കൽ. സാധാരണ നമ്മൾ ഇത്താത്ത എന്നാണ് വിളിക്കൽ. ഇവർക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. ഉമ്മാൻ്റെ അനിയത്തിമാർക്കെല്ലാം നമ്മളോട് ഒരു പ്രത്യേക സ്നേഹമാണ് മാഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഇത്താത്ത എന്നാണ് ഇവർ വിളിക്കൽ.
അങ്ങനെ ഇത്താത്താൻ്റെ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ച് കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് പോയെങ്കിലും കൂടെ ഇവർ വിട്ടില്ല. ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ പോകാൻ അനുവദിച്ചില്ല. നല്ല നെയ്ച്ചോറും ബീഫ് കറിയും ഫിഷ് കറി, ഫിഷ് ഫ്രൈ, സലാഡ്, ഇങ്ങനെ അച്ചാർ ഇതെല്ലാം ആക്കിയിട്ട് കഴിപ്പിച്ചിട്ട് അത്ര വിടുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോകാൻ ഒരുങ്ങിയാലും അവർ വിടുന്നില്ല. ചായ കുടിച്ചിട്ടും കൂടെ പോകാമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് പോകാനുണ്ട്. മറ്റ് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീടുണ്ടല്ലോ അടുത്ത, അവിടെ ഒന്ന് കയറി ഇറങ്ങണം. പിന്നെ രാത്രിയാകുന്നതിന് മുമ്പേ വീട്ടിൽ എത്തണമെന്ന് വിചാരിച്ചിട്ട് വേഗം വരുന്നതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായ കുറച്ച് നല്ല വലിയ കേക്ക് ഉണ്ടായിന് ഇത്താത്താൻ്റെ അടുത്ത്. അത് കുറച്ച് എടുത്തിട്ട് നമുക്കൊരു കവറിലാക്കി തരരുത്. ഞാൻ പറഞ്ഞു ഇവർക്കൊരു പ്രത്യേക സ്നേഹമാണ് മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ചായ കുടിക്കുന്നതല്ല സൂപ്പർ കേക്ക്. ഇത്ര വലിയ വലിയ കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ ഒന്ന് ഉള്ളു വേകൂല, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകുമോ, അങ്ങനെ എന്തെങ്കിലും അത്ര ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ട് പിന്നെ അടിപൊളി കേക്കും ചായയും കുടിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകുകയെന്ന് കേട്ടോ, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റേ പറഞ്ഞില്ലേ എൻ്റെ വീട് കുറച്ച് ദൂരെ കൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പിന്നെ ഞാനും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു പെണ്ണുങ്ങളുണ്ട്, അവരെയും കൂട്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീട് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അത് പറഞ്ഞ മാതിരി തന്നെ ആകെ അലങ്കോല, അതിന് വൃത്തിയേടായിന്. പിന്നെ നമ്മൾ മോട്ടറാണെങ്കിൽ ആരോ ഊരിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതിന് കട്ടുകൊണ്ട് പോയിന് കേട്ടാ നമ്മൾ മോട്ടറെല്ലാം. അങ്ങനെ എന്തോ ഒരു തരം പൊടി, ഇങ്ങനെ കാറ്റും മഴയെല്ലാം ആണെന്നല്ല, അങ്ങനെ പൊടി കയറിയതായിരിക്കും ചിലപ്പോൾ. അങ്ങനെ പൊടിയെല്ലാം ആയിട്ട് ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വരുമ്പം തന്നെ ഇങ്ങനെ ആകെ വൃത്തികേടായിട്ടുണ്ടാവും. പിന്നെ ഇത് കണ്ട ഗ്രിൽസിനെല്ലാം ചെടിയെല്ലാം പടർന്ന് പിടിച്ചിട്ട് നല്ല രസമുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പടർത്താൻ വിചാരിച്ചാൽ ഇങ്ങനെ ആവില്ല. ഇത് നല്ല രസത്തിൽ ഇങ്ങനെ ഫുള്ള് പടർന്ന് വന്നിട്ടുണ്ടായിരുന്നു. കബോർഡിലെല്ലാം ഒരു തരം ചുവന്ന മണ്ണ് ഇങ്ങനെ ഒരു പൊടി പൊടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പൂട്ടിയിട്ടിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് ഡ്രസ്സെല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞ് പോളിസ്റ്റർ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വിചാരിച്ച് കത്തിച്ച് കളയാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതെല്ലാം കത്തിച്ച് കളഞ്ഞ് നല്ല വൃത്തികേടായി കേട്ടോ. വൃത്തികേടെല്ലാം പോയി നല്ല വൃത്തിയായി അടിപൊളിയായി. തുടച്ച് നമ്മൾ കിണറിൽ തന്നെ വെള്ളം എടുത്ത് മോട്ടർ കട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ആരോ പഠിച്ചവനെ പേടിയില്ലാത്ത ആരെങ്കിലും ആയിരിക്കും കട്ടെടുത്തിട്ടുണ്ടാകാൻ. അല്ലാണ്ട് അള്ളാനെ സൂക്ഷിക്കുന്ന ഒരാൾ കക്കൂലല്ലോ. അങ്ങനെ നമ്മൾ വെള്ളം കിണറിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഫുള്ള് തുടച്ച് വൃത്തിയാക്കി. ബിലാലെ, ഉമ്മാൻ്റെ പൊന്നുമോന് വീഡിയോ കാണുന്നുണ്ടാ? അങ്ങനെ ഈ ചെടിയെല്ലാം ഉണ്ടായിട്ടെല്ലാം രസമുണ്ടെങ്കിലും പിന്നെ എന്തെങ്കിലും കയറണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ അതെല്ലാം പറിച്ച് കളഞ്ഞു കേട്ടാ. അങ്ങനെ ഫുള്ള് വൃത്തിയായി നോക്കി അടിപൊളിയാക്കി. അങ്ങനെ നമ്മൾ ഫുഡ് എടുത്തിട്ടാണ് വന്നതിന്. ഇവിടെ അടുത്തൊന്നും നല്ല ഹോട്ടലൊന്നും ഇല്ല. പിന്നെ നമ്മൾ വീട്ടിൻ്റെ അടുത്തൊരു ചെറിയൊരു ചായക്കട ഉണ്ട്. ആ ചായക്കട ആണുങ്ങൾ മാത്രം, പണിക്ക് പോകുന്ന ആണുങ്ങൾ അങ്ങനെ ആരോ വന്നിട്ട്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് ചായ വേണമെന്നും ഇല്ല പണിയെടുത്തോണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ആ കടയിൽ പോയിട്ട് ചായ കുടിച്ച്. നല്ല ഒന്നുമില്ല അവിടെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല പല നെയ്പത്തിരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകലുണ്ട്. ഇന്ന് സ്കൂളിലൊരു പരിപാടി ആയതുകൊണ്ട് എല്ലാം തീർന്നെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല അടിപൊളി ചായ കുടിച്ചിട്ട് എന്താക്കി നമ്മൾ വീട്ടിലേക്ക് പോയി കേട്ടോ. ഇതെല്ലാം ഗ്രിൽസിൻ്റെ പടർന്ന് പിടിച്ചതെല്ലാം പറിച്ച് കളഞ്ഞ് നല്ല വൃത്തിയായി നോക്കിയാൽ. അടിപൊളിയായി. അങ്ങനെ നമ്മൾ നല്ല സ്ട്രോങ് ചായ കുടിച്ച്. കടിയൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഇല്ല, കടയിലില്ല. പിന്നെ ഇങ്ങനെ കഴിക്കില്ല. അങ്ങനെ ഫുള്ള് ക്ലീൻ കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയെന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.